സസ്യശാസ്ത്ര ഗവേഷകരായ രണ്ടുപേർ ഒരു പൂപ്പൽ പഠനാവശ്യത്തിനായി കയ്യിൽ കരുതുന്നത് ഇത്ര വലിയ കുറ്റമാണോ എന്നാണ് ചോദ്യമെങ്കിൽ അവിടെയാണ് ഈ പൂപ്പൽ അത്ര ചില്ലറക്കാരനല്ല എന്ന് മനസ്സിലാക്കേണ്ടത്. ആദ്യം ഈ കേസ് എന്താണെന്ന് നമുക്ക് നോക്കാം. മിഷിഗൺ സർവകലാശാലയിൽ ഗവേഷക വിദ്യാർത്ഥിയായ യുങ്വിങ് ജിയാൻ എന്ന 33-കാരിയാണ് കേസിലെ ഒന്നാം പ്രതി. ഇവർ നാട്ടിൽ പോയി തിരികെ വന്നപ്പോൾ ഡിട്രോയിറ്റ് എയർപോർട്ട് വഴി ഒരു ചെറിയ പൂപ്പൽ അഥവാ ഫംഗസ് കൊണ്ടുവരുന്നു. ഗവേഷണത്തിനുള്ള മെറ്റീരിയൽ ആണെന്നാണ് പറഞ്ഞിരുന്നത്. സംഗതി സംശയം തോന്നിയ FBI ഇതിനെക്കുറിച്ചൊന്ന് പഠിച്ചു. അമേരിക്കയിലെ കാർഷിക വിളകളെ നശിപ്പിക്കാൻ പോന്ന ഒരു ജൈവ ബോംബാണിതെന്ന് FBI കണ്ടെത്തി. തീർന്നില്ല. യുങ്വിങ് ജിയാനിന്റെ കാമുകനും അമേരിക്കയിലെ ഒരു സ്വകാര്യ ഗവേഷക കേന്ദ്രത്തിൽ ഗവേഷകനുമായ 34-കാരനായ സുന്യുങ് ലിയുവും ഇതേ പൂപ്പൽ അമേരിക്കയിലേക്ക് കടത്തിയിട്ടുണ്ടെന്നും കണ്ടെത്തി. ഇവർക്ക് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി അടുത്ത ബന്ധമുണ്ടെന്നും ഇതേ ഫംഗസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഇവർക്ക് ചൈനീസ് സർക്കാരിന്റെ ഫണ്ട് കിട്ടുന്നുണ്ട് എന്നുമാണ് FBIയുടെ കണ്ടെത്തൽ. ഇനി ഈ പൂപ്പൽ എങ്ങനെയാണ് ഒരു ജൈവ ബോംബാകുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ജിബറല്ലാസിയ എന്നാണ് ഈ ഫംഗസിന്റെ പേര്. ഫുസേറിയം ഗ്രമിനിയറം എന്ന ശാസ്ത്രനാമം. സംഗതി നമ്മുടെ നാട്ടിലൊക്കെ ഈ മരത്തിൽ കാണുന്ന ഉണക്ക കമ്പിൽ നനവ് തട്ടുമ്പോൾ സാധാരണ കാണാറുള്ള പൂപ്പലിന്റെ അതേ കുടുംബത്തിൽപ്പെട്ടത് തന്നെയാണ് ഇതും. പക്ഷേ അത്ര നിസ്സാരക്കാരനല്ല ഈ ജിബറല്ലാസിയ. ഗോതമ്പ്, ബാർലി, ചോളം, നെല്ല് തുടങ്ങിയ ധാന്യവിളകളെ അടപടലം നശിപ്പിക്കാൻ ഇതിന് കഴിയും. ഈ പൂപ്പൽ ഒരു ഗോതമ്പ് പാടത്തിലെ ഒരു ചെടിയിലേക്കൊന്ന് പടർന്നാൽ മാത്രം മതി. ദിവസങ്ങൾക്കകം തന്നെ എല്ലാ ചെടികളിലും കയറിപ്പറ്റും. ഗോതമ്പ് മണികൾ പാകമാകും മുൻപ് ഉണങ്ങി പൂപ്പൽ വന്നു പോകും. വെറുതെ ഏതാനും ചില പാടങ്ങളിൽ കൊണ്ടുചെന്ന് വെച്ചാൽ മാത്രം മതി, ഒരു നാടിന്റെ കാർഷികോൽപാദനം മുഴുവൻ കീഴ്മേൽ മറിയും. ഇനിയെങ്ങാനും ഈ പൂപ്പൽ ബാധിച്ച് വാട്ടരോഗം വന്ന ഗോതമ്പ് മനുഷ്യർ കഴിച്ചാലും അത് അപകടമാണ്. പൂപ്പലുകളിൽ നിന്ന് മൈക്കോടോക്സിൻ എന്ന ഒരിനം വിഷപദാർത്ഥം ഉണ്ടാകാറുണ്ട്. ജിബറല്ലയിലെ ഈ വിഷപദാർത്ഥം ഒരൊത്ത മനുഷ്യന്റെ ജീവനെടുക്കാൻ പാകത്തിന് കൊടിയതാണ്. ലോകത്താകെ ശതകോടിക്കണക്കിന് ഡോളറിന്റെ കാർഷിക നഷ്ടമുണ്ടാക്കുന്ന മുതലാണ് ഈ ചെറിയ ഫംഗസ്. ഇതെല്ലാം ഒരു ജൈവ ബോംബ് ആക്രമണമായി മാത്രമല്ല, അങ്ങനെ ഉണ്ടാക്കുന്ന ക്ഷാമവും നിരവധിയാണ്. ഏത് മിസൈലിനേക്കാളും ദൂരവ്യാപകമായ ആഘാതമുണ്ടാക്കാൻ ഈ ഒരൊറ്റ കുഞ്ഞൻ പൂപ്പൽ മാത്രം മതി.